വെയിറ്റ് കുറഞ്ഞിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എത്രത്തോളം നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെയിറ്റ് കുറച്ചിട്ടാണ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക നമ്മളെ വീട്ടിൽ അടുക്കള കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണ് കേട്ടോ. കാരണം ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടെറസിലൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ് അതേപോലെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് എന്തിനാണ്? വെയിറ്റ് കുറഞ്ഞിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എത്രത്തോളം നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെയിറ്റ് കുറച്ചിട്ടാണ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതിന് മാർക്കറ്റിൽ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള പോട്ടി മിക്സുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ തന്നെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈസി പോട്ടിനെ പറ്റിയിട്ട്, കട്ടപ്പനയുള്ള ഈസി പോട്ടിനെ പറ്റി. ഞാൻ ആദ്യഘട്ടങ്ങളൊക്കെ കൃഷി ചെയ്തത് ആ ഈസി പോട്ട് വെച്ചിട്ടായിരുന്നു. കാരണം വെയിറ്റ് കുറവാണ്. നമ്മുടെ ടെറസിലൊക്കെ നമുക്ക് മാവ് എന്ത് വേണമെങ്കിലും നമുക്ക് നടാൻ വേണ്ടി പറ്റും. കരിയിലുള്ള വെയിറ്റ് ഉണ്ടല്ലോ, നമ്മൾ രണ്ടാക്കാൻ എടുത്ത് പൊക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളെ വീട്ടുമ്മമാരൊക്കെ ആഗ്രഹിക്കുന്ന തന്നെയാണ്, വീട്ടിലിപ്പോ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ എന്ത് തരം കൃഷിയാണെന്നെങ്കിലും വെയിറ്റ് കുറച്ചിട്ട് കൃഷി ചെയ്യാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ പോട്ടി മിക്സുകളൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പോട്ടി മിക്സ് റെഡിയാക്കും. വെച്ചാൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒക്കെ വെച്ചിട്ടും അതേപോലെ കരിയില കമ്പോസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുള്ള പോട്ടി മിക്സുകൾ നമുക്ക് റെഡിയാക്കാറുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ റെഡിയാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ റെഡിയാക്കുന്നതിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട്. കാരണം വേരുകളെ വളർച്ച കറക്റ്റായിട്ട് കിട്ടാനും അതേപോലെ മണ്ണിലേക്ക് ഓക്സിജന്റെ അളവ് കറക്റ്റായിട്ട് എത്തിക്കാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതേപോലെ കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇനി ചകിരിച്ചോറ് കമ്പോസ്റ്റ് അല്ലാതെ ചകിരിച്ചോറ് തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് അതിന്റെ കെമിക്കലൊക്കെ മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴും ചിലർ നേരിടുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം ചകിരിച്ചോറ് കിട്ടാനില്ല, ചകിരിച്ചോറ് കമ്പോസ്റ്റ് കിട്ടാനില്ല, അതേപോലെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമില്ല, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീട്ടമ്മമാർക്കും അതേപോലെ വീട്ടിലെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചിട്ടുള്ള ഒരു പോട്ടി മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുക, അതെങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കണമെന്നുള്ള ഒരു രൂപമാണ് ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യമേ പറയുന്നത് തീരെ മണ്ണില്ലാത്തൊരു പോട്ടി മിക്സ് അല്ല കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ച് മണ്ണ് വേണം. അപ്പൊ ഇതിൽ ഞാൻ അല്പം മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചാണ്. മണ്ണെടുത്തിട്ടുണ്ട്. അത് മണ്ണിന്റെ 1/3 ഭാഗം ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, ഒരു പിടി കടലപ്പിണ്ണാക്ക് പൊടിച്ചത്. ഇതാണ് ഇതിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മണ്ണാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കരിയിലാണ് കേട്ടോ. നമ്മളെ വീട്ടിലും പറമ്പിലുള്ള എല്ലാ കരിയിലും നമുക്ക് ഇതിലേക്ക് ഇടാം. തേക്കിൻ്റെ ഇല ഒഴിച്ചിട്ട്, തേക്കിൻ്റെ ഇല എടുക്കാൻ പാടില്ല, ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം തേക്കിൻ്റെ ഇലയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ചകിരിച്ചോറിൽ ഉണ്ടാവുന്ന പോലെ ഒരു കെമിക്കൽ ഉണ്ട്. അപ്പോൾ തേക്കിൻ്റെ ഇല നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ഈ ചെടികളെ നശിക്കാൻ വേണ്ടി ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തേക്കില ഇടാതെ ബാക്കി ഏത് കരിയിലും നമുക്ക് ഇടാം. വായൻ്റെ ഇലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം വായൻ്റെ ഇലൊക്കെ ഉണങ്ങിയ വായൻ്റെ ഇല എന്നുണ്ടെങ്കിൽ നല്ല വളം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ കരിയിലൊക്കെ നമ്മളെ മറ്റും പറമ്പൊക്കെ അടിച്ചു വരുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിടാം. അപ്പൊ ഞാനിവിടെ കുതിർത്തിട്ടത് പച്ച ചാണകം കലക്കിയ വെള്ളത്തിലാണ് ഞാൻ കുതിർത്തിട്ട്. എന്താ വെച്ചാൽ നമുക്ക് പച്ചവെള്ളത്തിലും കുതിർത്തിടാം കേട്ടോ. ഞാൻ പച്ച ചാണകം കലക്കിയ വെള്ളത്തിൽ കുതിർത്തിടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ബാക്ടീരിയ പ്രവർത്തനം ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് വളമായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുതിർത്തിട്ട്. ഇനി അതല്ല പച്ചച്ചാണകം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ ഇതേപോലെ കരിയില കുതിർത്തിട്ടാൽ മതി. 2 ദിവസം ഒന്ന് കുതിർത്തിട്ടാൽ മതി. ഇതിപ്പോ 4 ദിവസത്തിന്റെ അടുത്ത് ഞാൻ കുതിർത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പോട്ടിലും നിറയ്ക്കാം, ഇനി വലിയ ഗ്രോ ബാഗ് ആണെങ്കിലൊക്കെ നിറയ്ക്കാം. ഞാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രോ ബാഗാണ് എടുത്തത്. അപ്പോൾ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ചുറ്റിലും ഹോൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുക കേട്ടോ. വെള്ളം നിറച്ച് വെച്ചിട്ട് ഉള്ളൊരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കാം. അപ്പൊ ഇത് റെഡി ആക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോ ബാഗ് ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം നിറച്ച് വെക്കണതിന് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഈ ഗ്രോ ബാഗിന്റെ നടുക്ക് ഈ കുപ്പിയും വെള്ളവും ഇങ്ങനെ വെച്ചെടുക്കുക. കറക്റ്റ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു ലെയർ നമ്മൾ ഈ കരിയില ഉണ്ടല്ലോ, ഈ കരിയില ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിനെ കൊണ്ട് ഇതിങ്ങനെ അമർന്ന് കിടക്കും. കാരണം നമ്മൾ ഉണങ്ങിയ കരിയിലാന്നുണ്ടെങ്കിൽ പൊന്തി വരുമല്ലോ. അപ്പൊ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചതിനെ കൊണ്ട് ഇതിങ്ങനെ അമർന്ന് കിടന്നോളും. അപ്പൊ ഒരു ലെയർ ഞാനിവിടെ കരിയില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പോട്ടി മിക്സ് ഉണ്ടല്ലോ, മണ്ണിൽ വളങ്ങളിട്ട് മിക്സ് ചെയ്ത് വെച്ച ഈ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ പാറ്റിട്ട് കൊടുക്കാം.
അപ്പൊ മണ്ണില്ലാതും അതേപോലെ കരിയില കമ്പോസ്റ്റ് വെച്ചിട്ടൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് കേട്ടോ, തീരെ മണ്ണ് ഉപയോഗിക്കാതൊക്കെ. പക്ഷെ ഞാനിവിടെ മണ്ണ് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ വേരുകൾക്ക് ഉറപ്പ് കിട്ടണം, വെച്ചാൽ വേരുകൾ പൊട്ടിപ്പോകാതെ ഉറപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ ഒരല്പം മണ്ണെങ്കിലും നമ്മളെ പോട്ടി മിക്സിൽ ഉണ്ടായിരിക്കണം, എന്നാലാണ് വേരുകളൊന്ന് ഉറച്ച് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നടന്ന ടൈമിലൊക്കെ വേരുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പൊ ഞാൻ അതൊരു ചെറിയ ഓവറായിട്ട് വേണ്ട ചെറിയ രീതിയിൽ മണ്ണിങ്ങനെ പാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മേലെ. അപ്പൊ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ്, ഇത് ഞാൻ ട്രീറ്റ് ചെയ്ത മണ്ണാണ്, കുമ്മായിട്ട് ഒരു 15 ദിവസം വെച്ച് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മേലെ ചാണകപ്പൊടിയും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇത്തിരി ഇട്ട് കൊടുക്കുക. ഞാനിതിവിടെ ഒട്ടാകെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മണ്ണ് ഇട്ട് കിട്ടണ്ടല്ലോ, ഇനി അതിന്റെ മേലെ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ കരിയില ഇട്ടിട്ട് നിറച്ചു കൊടുക്കാം. അപ്പൊ കരിയില ഇങ്ങനെ ചാണക വെള്ളത്തിൽ മുക്കിയിട്ട് ഇട്ട് കുടിച്ചാൽ അതും തന്നെ നല്ലൊരു വളാട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് പോയിക്കോളും. നമ്മ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ, ഉണങ്ങിയ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വാഴന്റെ ഇലൊക്കെ നല്ലതാണ്, നല്ല പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള കേട്ടോ വാഴന്റെ ഇലൊക്കെ. വാഴന്റെ ഇലൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ രണ്ടാമത്തെ ലെയർ ഞാൻ ഇതേപോലെ കരിയിലായി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ അമർത്തി കൊടുക്കട്ടോ, നമ്മൾ ഇത് നനഞ്ഞതിനെ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അമർത്തി കൊടുക്കും. പിന്നെ അതിന്റെ മേലെ വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ കരിയില തന്നെ ഇതിന്റെ മേലെ അമർത്തി കൊടുക്കാം. അപ്പൊ ഞാൻ 5 ലെയർ കരിയിലും അതേപോലെ 5 ലെയറിലും മണ്ണും ഈ വളം കൂടി മിക്സ് ചെയ്തത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് കരിയില ഇടുന്നതിനെ കൊണ്ട് നല്ല രീതിയിൽ അമർന്ന് നിൽക്കും കേട്ടോ. അപ്പൊ അത്യാവശ്യം കരിയില വേണ്ടി വരും, കുറച്ച് കരിയില ആവില്ല. നമ്മൾ ഉണങ്ങിയ കരിയില ഇടുമ്പോൾ പെട്ടെന്ന് ഈ ഗ്രോ ബാഗ് നിറയും. പക്ഷെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കരിയില നിറയ്ക്കുമ്പോൾ അത്യാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ താഴ്ന്നു പോകും കേട്ടോ. അപ്പൊ ഇതിപ്പോ ഫുള്ളായിട്ട് കരിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, 5 ലെയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മേലായിട്ട് നമ്മൾ വീണ്ടും ഈ വളം മിക്സ് ചെയ്ത മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക നമ്മളെ വീട്ടിൽ അടുക്കള കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണ് കേട്ടോ. കാരണം മറ്റു കാര്യങ്ങൾ ചരിച്ചോറ് കമ്പോസ്റ്റ് ഒന്നും വാങ്ങാൻ വേണ്ടി പുറത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം വീട്ടിൽ മുറ്റടിച്ച് വരുന്ന കരിയില കൊണ്ട് തന്നെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് മേലും അതേപോലെ മണ്ണിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മളിത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഇത് ഒരാഴ്ച, ഒരു 4 ദിവസമെങ്കിലും ഇത് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുക. അതുവരെ ഈ കുപ്പി എടുക്കരുത്, ഡെയിലി നനച്ചു കൊടുക്കുക. ഒരാഴ്ച വരെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഒരാഴ്ച ഡെയിലി ഇതിന് നനവ് കൊടുക്കുക. അപ്പൊ നനവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ അമർന്നിരിക്കും. കാരണം ഇതൊന്നും കൂടി അതിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ കുപ്പി ഇതൊന്ന് ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഊരിയെടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് പ്ലാന്റ് നടാനുള്ള ഒരു കുഴിയായിട്ടുണ്ടാവും. അപ്പൊ ആ കുഴിയിലേക്ക് ഇതേപോലെ തന്നെ മണ്ണുണ്ടല്ലോ, നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്, മണ്ണ് വളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, മണ്ണ്, ഇത് മിക്സ് ചെയ്തത് കുറച്ച് ഇതിലേക്ക് ആ കുഴിയിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വാമുണ്ടല്ലോ, അപ്പൊ വാമ് കുറച്ച് ഒരു 3-4 ഗ്രാം വാമ് എടുത്തിട്ട് ഈ ചെടി നടുന്നതിന്റെ മുന്നായിട്ട് അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ ചെടി നട്ടു കൊടുക്കുക. പിന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന സാധാ രൂപത്തിലുള്ള വളങ്ങൾ കൊടുത്തു പോയാൽ മതി. സൂഡോമോണസ് അങ്ങനത്തെ ആയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്തു പോയാൽ മതി. പിന്നെ നമ്മൾ ജൈവവളം പിന്നീട് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ മതി. കാരണം ഇതിൽ തന്നെ ജൈവവളം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പിന്നെ നമ്മൾ ജൈവവളം കൊടുക്കണ്ട. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ മാസം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. വെച്ചാൽ വർഷത്തിൽ ഒരു 4 സമയത്തെങ്കിലും നമ്മൾ ജൈവവളം അടിവളമായിട്ട് നമ്മൾ കൊടുക്കും. ഏത് തരം കൃഷിയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ സ്ലറി രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഏത് ടൈമിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ കരിയില കമ്പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ പറ്റുന്ന കേട്ടോ. വെയിറ്റ് കുറച്ചിട്ടൊക്കെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത് വളരെ ഉപകാരമാണ്. കാരണം ഇതിനായിട്ട് മെനക്കെട്ട് നടക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള കരിയിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതുപോലെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക്